നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എണ്ണവില കുതിച്ചുയരുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ എണ്ണക്കപ്പലുകളെ ആക്രമിക്കുമെന്ന ഇറാന്റെ ഭീഷണി കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്നും യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് ബ്രിട്ടീഷ് സമ്പദ്ഘടനയെ പ്രതികൂലമായി ബാധിക്കുമെന്നും കീർ സ്റ്റാർമർ. ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും ആക്രമണം തുടരുന്നതിനിടയിൽ മധ്യപൂർവേഷ്യയിൽ രക്ഷപ്പെടാനുള്ള തത്രപ്പാടിൽ ബ്രിട്ടീഷുകാർ. ദുബായിൽ നിന്നും മറ്റ് അറേബ്യൻ നഗരങ്ങളിൽ നിന്നുമുള്ള ജനങ്ങളുടെ ഒഴുക്ക് തുടരുന്നു. സമ്പന്നർ 1,43,000 പൗണ്ട് വരെ മുടക്കി സ്വകാര്യ വിമാനങ്ങൾ ചാർട്ടർ ചെയ്ത് നാട്ടിലെത്തുന്നു. ദുബായിൽ കുടുങ്ങിപ്പോയ ബ്രിട്ടീഷ് പൗരന്മാർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനായി വിദേശകാര്യ വകുപ്പ് പ്രത്യേക പോർട്ടൽ ആരംഭിച്ചു. വിമാന കമ്പനികളുടെ കൊള്ള തുടരുന്നു. അമേരിക്ക ഇറാൻ യുദ്ധം തുടരവേ UK-യിൽ വിലക്കയറ്റം തുടരാൻ സാധ്യതയെന്ന് ചാൻസലർ റേച്ചൽ റീവ്സ്. യുദ്ധം അവസാനിച്ചില്ല എങ്കിൽ പ്രതിസന്ധി തുടരും. സാധാരണക്കാർക്ക് തിരിച്ചടിയാകുന്ന തരത്തിലുള്ള വിലക്കയറ്റം രൂക്ഷമാകുന്നു. ഹോർമുസ് കടലിടുക്ക് അടച്ചത് ബ്രിട്ടന്റെ ഊർജ്ജ വിതരണത്തിന് തിരിച്ചടിയാകുന്നു. എണ്ണവില 100% ഉയർന്നതായി MP-മാർ. യുദ്ധം നീണ്ടാൽ ജീവിത ചെലവ് ഉയരുമെന്ന് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ. ആശങ്കയിൽ ലോകം. അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ സംഘർഷം തുടരുന്നതിനിടെ യുദ്ധം അവസാനിച്ചെന്ന പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം 5 ആഴ്ചകൾ നീണ്ടു നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചെന്നും അമേരിക്ക വളരെയേറെ വേഗത്തിലാണെന്നും അതിനാലാണ് യുദ്ധം അവസാനിച്ചതെന്നും ഡൊണാൾഡ് ട്രംപ്. ഇറാന് നാവികസേനയും വ്യോമസേനയും ആശയവിനിമയ സംവിധാനങ്ങളും ഇല്ല എന്ന് പരിഹസിച്ച് ട്രംപ്. ഹോർമുസ് കടലിടുക്ക് പിടിച്ചടക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ്. യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് തങ്ങളാണെന്ന് ഇറാൻ സായുധ സേന. രാജ്യത്തെ LPG പ്രതിസന്ധിയെന്ന് കേന്ദ്ര സർക്കാർ. പ്രതിസന്ധിക്ക് കാരണം നീണ്ടു നിൽക്കുന്ന പശ്ചിമേഷ്യൻ സംഘർഷം. വീട്ടാവശ്യത്തിനല്ലാത്ത LPG ഉപയോഗത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ തുടങ്ങിയ വാണിജ്യ ഉപഭോക്താക്കൾക്കും ഭാഗിക നിയന്ത്രണം. പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത എന്നിവ ഒഴിവാക്കാൻ ഗ്യാസ് ബുക്ക് ചെയ്യാനുള്ള സമയപരിധി 25 ദിവസമായി ഉയർത്തി. ഇന്ത്യയുടെ പക്കൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങാനുള്ള കരാറിൽ ഒപ്പുവെച്ച് ഇന്തോനേഷ്യ. 200 മുതൽ 350 മില്യൺ ഡോളർ വരെയുള്ള ഇടപാടിനെ കുറിച്ച് ഇന്തോനേഷ്യയുമായി ചർച്ചകൾ പുരോഗമിക്കുന്നതായി ഇന്ത്യ. സൈനിക ഹാർഡ്വെയറിന്റെയും പ്രതിരോധ ശേഷിയുടെയും സമുദ്രമേഖലയിലെ ആധുനികവൽക്കരണത്തിന്റെയും ഭാഗമാണ് കരാറെന്ന് ഇന്തോനേഷ്യൻ പ്രതിരോധ മന്ത്രാലയം. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മിസൈലുകളൊന്നായ ബ്രഹ്മോസ് വാങ്ങുന്നത് മാർച്ച് 9 മുതൽ. മന്ത്രി ഗണേഷ് കുമാർ രാജിവെക്കില്ല. പ്രശ്നം കോംപ്രമൈസ് ആക്കിയ ഗണേഷ് കുമാറും ഭാര്യ ബിന്ദു മേനോനും. ഭാര്യയോട് മാപ്പ് പറഞ്ഞ് മന്ത്രി. നടപടി രാജിവെക്കാനുള്ള സമ്മർദ്ദമേറിയ പശ്ചാത്തലത്തിൽ. നിയമ നടപടിക്കില്ല എന്ന് മന്ത്രിയുടെ ഭാര്യ. ഉണ്ടായത് കുടുംബ പ്രശ്നമാണെന്ന് ഇടതുപക്ഷം. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് നിർദ്ദേശിച്ചത് മുഖ്യമന്ത്രി. മന്ത്രി ഗണേഷ് കുമാറിനെതിരെ നടപടി വേണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ഡേറ്റ ചോർച്ച കേസിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസം. ജീവനക്കാരുടെ വ്യക്തിവിവരങ്ങൾ രാഷ്ട്രീയ പ്രചരണത്തിനായി ഉപയോഗിച്ചു എന്നാരോപിച്ച് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. മുഖ്യമന്ത്രിയുടെ പേരിൽ സന്ദേശം അയച്ചതിൽ തെറ്റില്ല എന്നും വ്യക്തിവിവരങ്ങൾ ചോർന്നെന്ന വാദത്തിന് തെളിവില്ല എന്നും കോടതി. IT മിഷന്റെ കൈവശമുള്ള രേഖകൾ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കാമെങ്കിലും അവ ചോരുന്നില്ല എന്ന് സർക്കാർ ഉറപ്പുവരുത്തണമെന്നും കോടതി. വാർത്തകൾ വിശദമായി. ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റിന്റെ നടപടിയെ പിന്തുണയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ബ്രിട്ടീഷ് അമേരിക്കൻ ബന്ധത്തിൽ സംഭവിച്ച ഉലച്ചിലിന്റെ ആഘാതം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ. കഴിഞ്ഞ ദിവസം ട്രംപുമായി ടെലിഫോണിൽ സംസാരിച്ച സ്റ്റാർമർ പറഞ്ഞത് ട്രംപിന്റേത് തണുപ്പൻ പ്രതികരണമായിരുന്നു എന്നാണ്. ഒരാഴ്ചയിലധികം നീണ്ടുനിന്ന ഇടവേളയ്ക്ക് ശേഷം ആദ്യമായിട്ടായിരുന്നു ഇരു നേതാക്കളും തമ്മിൽ സംസാരിച്ചത്. അതിനിടയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ സ്റ്റാർമറെ കളിയാക്കുന്ന പ്രസ്താവനകൾ ട്രംപ് നടത്തിയിരുന്നു. തനിക്ക് ബ്രിട്ടീഷ് താല്പര്യങ്ങൾ നോക്കിയേ തീരൂ എന്നാണ് സ്റ്റാർമർ പറഞ്ഞത്. അതിനിടയിൽ മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വാഹന ഉപയോഗം പരിമിതപ്പെടുത്തണമെന്ന നിർദ്ദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ഈ മേഖലയിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഉത്പാദകരായ സൗദി അറേബ്യ അവരുടെ 2 എണ്ണപ്പാടങ്ങളിലെ ഉത്പാദനം പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. അതിനിടയിലാണ് പെട്രോൾ വില ആദ്യമായി ലിറ്ററിന് 2 പൗണ്ട് കടന്നേക്കുമെന്ന വിദഗ്ധരുടെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. കൂടുതൽ കടുത്ത പ്രതിസന്ധി ഒഴിവാക്കുവാൻ ആവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് AIയും RACയും വാഹന ഉടമകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2022 സമാനമായ മറ്റൊരു കോസ്റ്റ് ഓഫ് ലിവിംഗ് പ്രതിസന്ധി ഉണ്ടാകുമെന്ന ആശങ്ക മാറ്റാൻ കീർ സ്റ്റാർമർ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. 4 വർഷം മുമ്പ് റഷ്യ യുക്രൈനിൽ അധിനിവേശം നടത്തിയ കാലത്തുണ്ടായിരുന്നതിനേക്കാൾ ശക്തമായ സാമ്പത്തിക സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളതെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. എന്നാൽ യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് തീർച്ചയായും ബ്രിട്ടീഷ് സമ്പദ്ഘടനയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അതിനിടയിൽ ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ എണ്ണക്കപ്പലുകളെ ആക്രമിക്കുമെന്ന ഇറാന്റെ ഭീഷണി കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്ന് ഉറപ്പാണ്. എണ്ണയും ദ്രവീകൃത പ്രകൃതിവാതകവുമായി 100 കണക്കിന് കപ്പലുകളാണ് കടലിടുക്കിന്റെ ഇരു ഭാഗങ്ങളിലുമായി കുടുങ്ങിക്കിടക്കുന്നത്. വിശ്രമമില്ലാതെ ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും ആക്രമണം തുടരുന്നതിനിടയിൽ എങ്ങനെയും മധ്യപൂർവേഷ്യയിൽ നിന്നും ജീവനും കൊണ്ട് പുറത്തു കിടക്കാനുള്ള തത്രപ്പാടിലാണ് ബ്രിട്ടീഷുകാർ. ബസ്സിലും കാറിലും സ്വകാര്യ വിമാനങ്ങളിലുമൊക്കെയായി ദുബായിൽ നിന്നും മറ്റ് അറേബ്യൻ നഗരങ്ങളിൽ നിന്നുമുള്ള ജനങ്ങളുടെ ഒഴുക്ക് തുടരുകയാണ്.
ചില സമരം 1,43,000 പൗണ്ട് വരെ മുടക്കി സ്വകാര്യ വിമാനങ്ങൾ ചാർട്ടർ ചെയ്തപ്പോൾ മറ്റു ചിലർ 12 മുതൽ 16 മണിക്കൂർ വരെ ബസ്സിലും കാറിലുമായി ദുബായിൽ നിന്നും യാത്ര ചെയ്ത് റിയാദിലെത്തി അവിടെ നിന്നും തിരികെ വീട്ടിലെത്താനുള്ള ശ്രമത്തിലാണ്. വെർജിൻ അറ്റ്ലാന്റിക് ദുബായിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ലണ്ടൻ ഹീത്രൂവിൽ നിന്നും UAE-യിലേക്കുള്ള ഒരു വിമാനം പാതിവഴിയിൽ തിരികെ പറക്കേണ്ടി വന്നതിനെ തുടർന്നാണ് ഇത് സംഭവിച്ചത്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം അബുദാബി, അമ്മാൻ, ബഹ്റ, ദോഹ, ദുബായ്, ടെൽ അവീവ് എന്നിടങ്ങളിലേക്കുള്ള സർവീസുകൾ റദ്ദു ചെയ്ത ബ്രിട്ടീഷ് എയർവേസ് ആണെങ്കിൽ ഈ സർവീസുകൾ ഇതുവരെയും പുനരാരംഭിച്ചിട്ടുമില്ല. ഒമാനിലെ UAE-യിലും കുടുങ്ങിപ്പോയ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഉപഭോക്താക്കളെ തിരിച്ചെത്തിക്കുന്നതിനായി ഒമാനിലെ മസ്കറ്റിൽ നിന്നും മാത്രം സർവീസുകൾ നടത്തുവാനാണ് ഇപ്പോൾ ബ്രിട്ടീഷ് എയർവേസ് ശ്രമിക്കുന്നത്. അതേസമയം മസ്കറ്റിൽ നിന്നും ബ്രിട്ടീഷ് സർക്കാർ ഏർപ്പെടുത്തിയ 2 വിമാനങ്ങൾ ഇതിനോടകം ബ്രിട്ടനിൽ എത്തിയിട്ടുണ്ട്. ദുബായിൽ നിന്നുള്ള സർക്കാർ വക വിമാനം ഈ ആഴ്ച എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദുബായിൽ കുടുങ്ങിപ്പോയ തിരികെ ബ്രിട്ടനിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ബ്രിട്ടീഷ് പൗരന്മാർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനായി വിദേശകാര്യ വകുപ്പ് ഒരു പ്രത്യേക പോർട്ടൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിനിടെ ബ്രിട്ടീഷ് എക്സിക്യൂട്ടീവ് ജെറ്റ് ചാർട്ടർ കമ്പനിക്കാരായ SHY ഏവിയേഷൻ ഇത് ചാരക്കപ്പലാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. ഇതിനോടകം തന്നെ 1000-ലധികം പേർ ഇവരുടെ സേവനം ഉപയോഗിക്കുവാനായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇൻഷുറൻസ് തുക കുത്തനെ ഉയർന്നതിനാലും വിമാനങ്ങളുടെ ലഭ്യത കുറഞ്ഞതിനാലും സാധാരണ നിരക്കിലും 50% വരെ കൂടിയ നിരക്കിലാണ് ഇപ്പോൾ ചാർട്ടർ കമ്പനികൾ സേവനം വാഗ്ദാനം ചെയ്യുന്നത്. എന്നിട്ടും ആവശ്യക്കാർ ഏറെ ഉണ്ട് എന്നാണ് അറിയുന്നത്. തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും സേവനം ഉറപ്പാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നാണ് SHY ഏവിയേഷൻ CEO ബെർണാർഡ് വോർസ്റ്റർ ലണ്ടനിൽ പറഞ്ഞത്. വ്യോമപാതകളിലെ സഞ്ചാരം നിയന്ത്രിതമായ തോതിലാണ് നടക്കുന്നത് എന്നതിനാലും സാധാരണ വിമാനത്തിൽ 12 പേരെ വരെ മാത്രമേ ഉൾക്കൊള്ളിക്കാൻ കഴിയൂ എന്നതിനാലുമാണിതെന്നാണ് കാരണമായി അദ്ദേഹം പറയുന്നത്. അമേരിക്ക ഇറാൻ യുദ്ധം തുടരവേ UK-യിൽ വിലക്കയറ്റം തുടരാൻ സാധ്യതയെന്ന് തുറന്നു സമ്മതിച്ച് ചാൻസലർ റേച്ചൽ റീവ്സ്. യുദ്ധം അവസാനിച്ചില്ല എങ്കിൽ പ്രതിസന്ധി തുടരും. സാധാരണക്കാർക്ക് തിരിച്ചടിയാകും വിധം വിലക്കയറ്റം ഉണ്ടാകും. ജീവിത ചെലവ് ഉയരുമെന്ന് ചാൻസലർ പാർലമെന്റിൽ വ്യക്തമാക്കി. ക്രൂഡ് ഓയിൽ വില ഒരു ഘട്ടത്തിൽ ബാരലിന് $119.5 വരെ ഉയർന്നു. പിന്നീട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് യുദ്ധം ഉടൻ അവസാനിക്കാമെന്ന സൂചന നൽകിയതിനെ തുടർന്ന് $90 താഴെയെത്തി. എന്നാൽ ഹോർമൂസ് അടച്ചതോടെ ബ്രിട്ടന്റെ ഊർജ്ജ വിതരണത്തിന് തിരിച്ചടിയാകാമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. യുദ്ധം നീണ്ടാൽ എല്ലാവരുടെയും ജീവിതത്തെ ബാധിക്കുമെന്ന് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പറഞ്ഞു. ചില പ്രദേശങ്ങളിൽ എണ്ണവില 100% ഉയർന്നതായി MPമാർ ചൂണ്ടിക്കാട്ടി. കമ്പനികൾ അനാവശ്യമായി വിലയുയർത്തുന്നത് അനുവദിക്കില്ല എന്നും സർക്കാർ ആവശ്യമായ ഇടപെടലുകൾ പരിഗണിക്കുകയാണെന്നും റീവ്സ് വ്യക്തമാക്കി. ആഗോള എണ്ണവില ഉയർന്നതോടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് ഈ വർഷം മാറ്റമില്ലാതെ തുടരാനാണ് സാധ്യത. ഇത് മോർട്ടഗേജ് മേഖലയെയും ബാധിക്കും. ഭവന വിപണിക്കും ഇനി പ്രതിസന്ധിയുടെ നാളുകളാണ്. 10 ദിവസത്തെ മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധിയുടെ ഫലമായി UK-യിലെ എനർജി മേഖല കടുത്ത പ്രതിസന്ധിയിൽ. ഈ ദിവസങ്ങൾക്കിടെ ഫിക്സഡ് എനർജി ഡീലുകളിൽ 100 പൗണ്ട് വരെ വർധനവാണ് രേഖപ്പെടുത്തിയത്. ഗ്യാസ് നിരക്കുകൾ വീണ്ടും ഉയരുന്നുവെന്നാണ് സൂചന. യുദ്ധത്തിനൊപ്പം UK ഗ്യാസ് വിലകൾ ഇരട്ടിക്കുകയാണ് ചെയ്തത്. ഒരു തെർമിന് കേവലം 77.93 പെൻസായിരുന്ന നിരക്ക് ഇപ്പോൾ 155 പെൻസിലാണ്. അതേസമയം പ്രൈസ് ക്യാപ്പും ഫിക്സഡ് ഡീൽ താരിഫും ഉള്ളതിനാൽ ഭൂരിപക്ഷം ജനങ്ങൾക്കും വിലവർധനവിന്റെ ആഘാതം പെട്ടെന്ന് അറിയില്ല. പ്രൈസ് ക്യാപ്പ് ഏപ്രിലിൽ 1758 പൗണ്ടിൽ നിന്നും 1641 പൗണ്ടായി താഴുമെന്നായിരുന്നു പ്രതീക്ഷയും. എന്നാൽ നിലവിലെ അവസ്ഥയിൽ നിരക്കുകൾ വീണ്ടും ഉയരാനാണ് സാധ്യത. ജൂലൈ റിവ്യൂവിൽ 1800 പൗണ്ട് വരെ നിരക്ക് വർദ്ധിക്കാം. ഫിക്സഡ് പ്രൈസ് താരിഫുകളുടെ കാലാവധി കഴിയുമ്പോഴാണ് കുടുംബങ്ങളെ സംബന്ധിച്ച് ബുദ്ധിമുട്ട് അറിയുക. സപ്ലയർമാർ ഇതിനകം നിരക്കുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഗ്യാസ് വില ഇരട്ടിയായ ഘട്ടത്തിൽ അവസരം മുതലാക്കി ജനങ്ങളെ പിടിയിരുത്തുന്ന മന്ത്രിമാർ ഹീറ്റിംഗ് ഓയിൽ സപ്ലയേഴ്സിന് മുന്നറിയിപ്പ് നൽകി. 1.5 മില്യൺ കുടുംബങ്ങളാണ് ഹീറ്റിംഗ് ഓയിലിനെ ആശ്രയിക്കുന്നത്. ഓഫ് ഗ്രിഡ് ഏരിയകളിൽ പ്രധാനമായും ഗ്രാമീണ മേഖലകളിലാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതിൽ ഗവൺമെന്റ് പ്രൈസ് ക്യാപ്പ് ബാധകമല്ല. ഇറാനിലെയും അമേരിക്കയിലും ഇസ്രയേലും യുദ്ധം ആരംഭിച്ചതോടെ നിരക്കുകൾ കുതിച്ചുയരുകയാണ്. കഴിഞ്ഞ മാസം ഹീറ്റിംഗ് ഓയിൽ വില ലിറ്ററിന് 60 പെൻസ് ഉണ്ടായിരുന്നത് ഇന്നലെ 1.3 പൗണ്ടായാണ് ഉയർന്നത്. 1/3 ഇംഗ്ലണ്ടുകാരും ദന്തചികിത്സയ്ക്ക് ആശ്രയിക്കുന്നത് സ്വകാര്യ ആശുപത്രികളെ എന്ന് പഠന റിപ്പോർട്ട്. പാവപ്പെട്ടവർക്ക് പോലും ഇതുമൂലം ഫില്ലിംഗ്സിനും എക്സ്റ്റൻഷനുകൾക്കും താങ്ങാനാകാത്ത തുക ചെലവഴിക്കേണ്ടി വരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. NHS-ൽ ദന്തവിദഗ്ധരുടെ ക്ഷാമത്തെ തുടർന്ന് 2023-ൽ സ്വകാര്യ മേഖലയെ ആശ്രയിച്ചവർ 23% കഴിഞ്ഞ വർഷം 32% ഉയർന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പണം നൽകിയുള്ള ദന്തചികിത്സയെ അമിതമായി ആശ്രയിക്കേണ്ടി വരുന്നതിനാൽ ഇംഗ്ലണ്ടിലെ ദന്തചികിത്സ ഒരു ചെലവേറിയ കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഹെൽത്ത് വാച്ച് ഇംഗ്ലണ്ടിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. മാത്രമല്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുമ്പോഴും സ്വകാര്യ മേഖലയിൽ ദന്തചികിത്സ തേടാൻ നിർബന്ധിതരായവരുടെ എണ്ണം കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ഇരട്ടിച്ചതും ഞെട്ടലുളവാക്കുന്ന കാര്യമാണ്. ഈ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഇരട്ടി ആഘാതമാണ് ഇത്തരം അവസ്ഥയിൽ ഉണ്ടാവുക എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. NHS-ൽ സൗജന്യ ദന്തചികിത്സയ്ക്ക് അർഹതയുണ്ടായിട്ടും അതിനുള്ള സൗകര്യമില്ലാത്തതിനാൽ മാത്രമാണ് ഇവർക്ക് ഉയർന്ന ഫീസ് നൽകി സ്വകാര്യ മേഖലയെ ആശ്രയിക്കേണ്ടി വരുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ സംഘർഷം തുടരുന്നതിനിടെ യുദ്ധം ഏകദേശം അവസാനിച്ചെന്ന പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഏകദേശം 4-5 ആഴ്ചകൾ യുദ്ധം നീണ്ടു നിൽക്കുമെന്നാണ് പ്രതീക്ഷിച്ചതെന്നും എന്നാൽ US വളരെയേറെ മുന്നിലാണെന്നും ഇത് വേഗത്തിൽ തന്നെ അവസാനിച്ചെന്നുമാണ് ട്രംപ് അഭിപ്രായപ്പെട്ടത്. തിങ്കളാഴ്ച CBS ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപിന്റെ ഈ അഭിപ്രായ പ്രകടനം. യുദ്ധം ഏകദേശം അവസാനിച്ചു. ഇറാന് നാവികസേനയില്ല, ആശയവിനിമയ സംവിധാനങ്ങളില്ല, വ്യോമസേനയും ഇല്ല എന്നും ട്രംപ് പരിഹസിച്ചു. അവരുടെ മിസൈലുകൾ ചിതറിപ്പോയി, നിങ്ങൾ തന്നെ നോക്കിയാൽ മനസ്സിലാകും. നിർമ്മാണത്തിൽ ഉൾപ്പെടെ അവരുടെ ഡ്രോണുകൾ എല്ലായിടത്തും നശിപ്പിക്കപ്പെടുകയാണ്. സൈനികപരമായി അവർക്ക് ഇനി ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഹോർമൂസ് കടലിടുക്കിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അതിലൂടെ കപ്പലുകൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അത് പിടിച്ചെടുക്കുന്നതിനെ കുറിച്ചും ആലോചിക്കുകയാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അവർക്ക് ചെയ്യാനുള്ളതെല്ലാം അവർ ഇവിടെ ചെയ്തു കഴിഞ്ഞു. ഇനിയും കൂടുതൽ നടപടികൾക്ക് ശ്രമിക്കരുത്. അത് ആ രാജ്യത്തിന്റെ അവസാനം കുറിക്കുമെന്നാണ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അതേസമയം
ആയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായി തിരഞ്ഞെടുത്ത പുതിയ പരമോന്നത നേതാവായ മുജ്തബ ഖമേനിയെ കുറിച്ച് തനിക്കൊന്നും പറയാനില്ല എന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തോട് പ്രത്യേകമായി യാതൊന്നും തന്നെ പറയാനില്ല. ഇറാനെ നയിക്കാൻ ഞാൻ മറ്റൊരാളെയാണ് മനസ്സിൽ കാണുന്നതെന്നാണ് ട്രംപ് പറയുന്നത്. മുജ്തബയെ നിയമിച്ചതിൽ താൻ തൃപ്തനല്ല എന്ന് മുൻപ് തന്നെ ട്രംപ് പ്രതികരിച്ചിരുന്നു. യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് തങ്ങളാണെന്ന് ഇറാൻ സായുധ സേനയായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ. യുദ്ധം ഏകദേശം അവസാനിക്കാറായെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് US മറുപടിയുമായി ഇറാൻ രംഗത്തെത്തിയത്. യുദ്ധത്തിന്റെ അവസാനം നിർണ്ണയിക്കുന്നത് ഞങ്ങളാണ്. മേഖലയുടെ സമവാക്യങ്ങളും ഭാവിയും എല്ലാം ഇപ്പോൾ ഇറാൻ സായുധ സേനയുടെ കൈകളിലാണ്. അതിനാൽ അമേരിക്കൻ സൈന്യമല്ല യുദ്ധം അവസാനിപ്പിക്കേണ്ടതെന്നും IRGC പ്രസ്താവനയിൽ പറഞ്ഞു. US-നും ഇസ്രയേലിനും എതിരായ സൈനിക നീക്കങ്ങൾ എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് തങ്ങളാണെന്നും IRGC വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ യുദ്ധം ഏകദേശം പൂർത്തിയായെന്നും ഉടൻ അവസാനിക്കുമെന്നുമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നത്. ഇതൊരു ചെറിയ യാത്ര മാത്രമാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നു. അതേസമയം ഹോർമുസ് കടലിടുക്കിലുള്ള എണ്ണ നീക്കം ഇറാൻ തടസ്സപ്പെടുത്തിയാൽ ഇതുവരെ നേരിട്ടതിനേക്കാൾ 20 മടങ്ങ് കഠിനമായ തിരിച്ചടി നൽകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാനിലെ മിനാബിൽ പെൺകുട്ടികളുടെ സ്കൂളിന് സമീപം അമേരിക്കൻ ടോമാഹോക്ക് മിസൈൽ പതിച്ച് 150 വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ 175 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികരണവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മിസൈൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ താൻ കണ്ടിട്ടില്ല എന്ന് വ്യക്തമാക്കിയ ട്രംപ് ലോകത്തെ ഏറ്റവും ശക്തമായ ആയുധങ്ങളിൽ ഒന്നായ ടോമഹോക്ക് മിസൈലുകൾ പല രാജ്യങ്ങളും ഉപയോഗിക്കുന്നുണ്ടെന്നും ഇറാന്റെ പക്കലും ടോമഹോക്ക് മിസൈലുകൾ ഉണ്ടെന്നും പറഞ്ഞു. ഫെബ്രുവരി 28 ഇറാന് നേരെ US-ഉം ഇസ്രായേലും നടത്തിയ ആക്രമണത്തിന്റെ ആദ്യ ദിനങ്ങളിലാണ് തെക്കൻ ഇറാനിലെ മിനാബിലെ പ്രൈമറി സ്കൂളിന് സമീപമുള്ള നാവിക താവളത്തിൽ മിസൈൽ പതിച്ചത്. ഈ ആക്രമണത്തിൽ പിഞ്ചുകുട്ടികളടക്കം നൂറുകണക്കിന് പേർ കൊല്ലപ്പെട്ടത് ആഗോളതലത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ഇറാനിലെ മെഹർ വാർത്താ ഏജൻസി പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ ജനവാസ മേഖലയോട് ചേർന്നുള്ള കെട്ടിടത്തിൽ മിസൈൽ പതിക്കുന്നതും വലിയ തോതിൽ പുക ഉയരുന്നതും വ്യക്തമാണ്. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഇറാനിയൻ പതാക പുതപ്പിച്ച ചെറിയ പെട്ടികളിലാക്കി വിലാപയാത്രയായി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ പുറത്തുവിട്ടതോടെയാണ് ലോകമെങ്ങും വൻ പ്രതിഷേധം ഇരമ്പിയത്. ദാരുണ സംഭവത്തിൽ സ്വതന്ത്രമായ രാജ്യാന്തര അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിൽ അമേരിക്കയാണെന്ന് ഇറാൻ ഔദ്യോഗികമായി ആരോപിക്കുമ്പോഴും US ഇതുവരെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല. ഇതിനിടയിലാണ് മിസൈൽ ഇറാന്റേത് തന്നെയാകാം എന്ന സൂചന നൽകുന്ന ട്രംപിന്റെ പുതിയ പ്രസ്താവന. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 123.73 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.16 യൂറോ. ഒരു US ഡോളർ 91.97 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 106.76 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.35 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 67.59 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനാൽ രാജ്യത്ത് LPG പ്രതിസന്ധിയെന്ന് കേന്ദ്ര സർക്കാർ. വീട്ടാവശ്യത്തിനില്ലാത്ത LPG ഉപയോഗത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം നിയന്ത്രണം ഏർപ്പെടുത്തി. ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര നിർദ്ദേശങ്ങളും മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുണ്ട്. വ്യവസായങ്ങളും ശ്മശാനങ്ങളും അടക്കമുള്ള ഉപഭോക്താക്കൾക്കാണ് ഈ ഘട്ടത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ തുടങ്ങിയ വാണിജ്യ ഉപഭോക്താക്കൾക്കും ഭാഗിക നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത എന്നിവ ഒഴിവാക്കാൻ ഗ്യാസ് ബുക്ക് ചെയ്യാനുള്ള സമയപരിധി 25 ദിവസമായി ഉയർത്തിയിട്ടുണ്ട്. 2 സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതിനിടയിലുള്ള സമയപരിധിയാണ് 25 ദിവസം. കൂടുതൽ LPG ഉൽപാദനം നടത്താനും ഗാർഹിക LPG ഉപഭോഗത്തിനായി അധിക ഉൽപാദനം ഉപയോഗിക്കാനും എണ്ണ ശുദ്ധീകരണശാലകൾക്ക് മന്ത്രാലയം നിർദ്ദേശം നൽകി. അതേസമയം ആശുപത്രി, ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ അവശ്യ പൊതുസേവനങ്ങളെ നിയന്ത്രണത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ പക്കൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങാനുള്ള കരാറിൽ ഇന്തോനേഷ്യ ഒപ്പുവെച്ചതായി ഇന്തോനേഷ്യൻ പ്രതിരോധ മന്ത്രാലയ വക്താവ് റിക്കോ റിക്കാർഡോ അറിയിച്ചു. 200-350 മില്യൺ ഡോളർ വരെയുള്ള ഒരു ഇടപാടിനെ കുറിച്ച് ഇന്തോനേഷ്യയുമായി ചർച്ചകൾ പുരോഗമിക്കുന്നതായി ഇന്ത്യ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സൈനിക ഹാർഡ്വെയറിന്റെയും പ്രതിരോധ ശേഷിയുടെയും പ്രത്യേകിച്ച് സമുദ്രമേഖലയിലെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമാണ് ഈ കരാറെന്ന് റിക്കോ പറഞ്ഞു. കരാറിന്റെ ആകെ മൂല്യം സ്ഥിരീകരിക്കാൻ വിസമ്മതിച്ചതെങ്കിലും 2026 മാർച്ച് 9 മുതൽ മിസൈൽ സംവിധാനം വാങ്ങുമെന്ന കാര്യം അദ്ദേഹം സ്ഥിരീകരിച്ചു. ഇന്തോനേഷ്യയുടെ തെക്ക് കിഴക്കൻ അയൽരാജ്യമായ ഫിലിപ്പീൻസുമായാണ് 2022 കമ്പനി അതിന്റെ ആദ്യ വിദേശ കരാർ നേടിയത്. ഫിലിപ്പീൻസുമായി $375 മില്യൺ ചരിത്രപരമായ കരാറിലാണ് ഇന്ത്യ ഒപ്പുവെച്ചത്. സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മിസൈലുകൾ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുടെയും റഷ്യയുടെ NBO വിഷ്ണോസ്ട്രയുടെയും സംയുക്ത സംരംഭമാണ് ബ്രഹ്മോസ് എയറോസ്പേസ്. ബ്രഹ്മപുത്ര, മോസ്കോ എന്നീ 2 നദികളുടെ പേരിന്റെ സംയോജനമാണ് ഈ പേര്. ശബ്ദവേഗതയുടെ ഏകദേശം 3 ഇരട്ടി വേഗത്തിലാണ് മിസൈൽ സഞ്ചരിക്കുന്നത്. നിലവിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തടയാൻ സാധിക്കാത്തത്ര വേഗതയാണ് ബ്രഹ്മോസിനുള്ളത്. കരയിൽ നിന്നും, കടലിൽ നിന്നും, കടലിനടിയിൽ നിന്നും, ആകാശത്ത് നിന്നും വിക്ഷേപിക്കാൻ ഇതിന് കഴിയും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പദവിയിൽ നിന്ന് നീക്കാൻ പ്രമേയം കൊണ്ടുവരാൻ ഒരുങ്ങി ഇന്ത്യ സഖ്യം. ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിലാണ് വിഷയം ചർച്ച ചെയ്തത്. തൃണമൂൽ കോൺഗ്രസ് നേതാവ് സതാബ്ദി റോയിയാണ് ഈ വിഷയം ഉന്നയിച്ചത്. തൃണമൂലിന്റെ നിർദ്ദേശത്തെ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും പിന്തുണച്ചു. SIR-ൽ വ്യാപക ക്രമക്കേട് ആരോപിച്ചാണ് നീക്കം. ബീഹാറിലും ബംഗാളിലും ലക്ഷക്കണക്കിന് വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായി പ്രതിപക്ഷം ആരോപിച്ചു.
ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രമേയം അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിന് ഒരു ദിവസം മുൻപ് ഗ്യാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിക്കാനാണ് നീക്കം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പ്രതിപക്ഷം ഈ നീക്കത്തെക്കുറിച്ച് ആലോചിച്ചു വരികയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. പശ്ചിമ ബംഗാൾ, അസം, കേരള, തമിഴ്നാട്, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെയാണ് പ്രതിപക്ഷത്തിന്റെ സുപ്രധാന നീക്കം. സുപ്രീം കോടതി ജഡ്ജിയെ ഇംപീച്ച് ചെയ്യുന്നതിന് സമാനമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324(5) അനുസരിച്ചാണ് നടപടിക്രമം. വാളകത്തെ കീഴൂട്ട് വീട്ടിൽ ഉണ്ടായെന്ന് ആരോപിക്കപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ ഭാര്യയോട് മാപ്പ് പറയാൻ മന്ത്രി ഗണേഷ് കുമാർ തീരുമാനമെടുത്തത് കളി കാര്യമാകുന്നു എന്ന തിരിച്ചറിവ്. അതോടെ ഗണേഷ് കുമാറിന്റെ രാജി വഴിമാറി. വട്ടുമൂത്താൽ ആർക്കും 112 വിളിച്ചു പറയാമല്ലോ എന്ന് പറഞ്ഞ് പകൽ ഭാര്യയെ പരിഹസിച്ച മന്ത്രി രാത്രിയോടെ ഭാര്യയെ വിളിച്ച് ക്ഷമാപണം നടത്തിയത് മന്ത്രിസ്ഥാനം തെറിക്കുമെന്ന തിരിച്ചറിവിൽ ഗത്യന്തരമില്ലാതെ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് മന്ത്രിക്കെതിരെ ഇത്തരത്തിൽ സ്ത്രീ വിഷയത്തിൽ ആരോപണം ഉയരുന്നത് തിരിച്ചടിയാകുമെന്ന് CPM-ഉം LDF-ഉം വിലയിരുത്തിയതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത നിലപാടിലേക്ക് നീങ്ങുകയായിരുന്നു. മന്ത്രിയെ തുടരാൻ അനുവദിക്കരുതെന്നും ഇന്നലെ മന്ത്രി നടത്തിയ പ്രതികരണം ശരിയായില്ല എന്നുമുള്ള നിലപാടാണ് CPI സ്വീകരിച്ചത്. ഉണ്ടായത് കുടുംബ പ്രശ്നമാണെന്ന് ഗണേഷ് കുമാറിന്റെ നിലപാട് മുഖവിലക്കെടുത്തെങ്കിലും ഇന്നലെ തന്നെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു. അല്ലാത്ത പക്ഷം ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഗണേഷ് കുമാർ പങ്കെടുക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് പാർട്ടിയും മുഖ്യമന്ത്രിയും നീങ്ങി. ഇക്കാര്യം ഗണേഷ് കുമാറിനെ അറിയിച്ചതോടെയാണ് രാജി ഒഴിവാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി രാത്രി വൈകി ഭാര്യയുമായി ഫോണിൽ സംസാരിച്ച് എല്ലാം കോംപ്രമൈസ് ആക്കിയത്. 2013 ഗണേഷ് കുമാർ UDF-ൽ മന്ത്രിയായിരിക്കെ ആദ്യ ഭാര്യ നൽകിയ ഗാർഹികപീഡന പരാതിയിൽ ഗണേഷിന്റെ രാജിക്ക് വേണ്ടി മുറവിളി കൂട്ടിയത് CPM-ഉം LDF-ഉമായിരുന്നു. സമാനമായ ആരോപണം LDF ഭരണകാലത്ത് ആവർത്തിക്കപ്പെടുമ്പോൾ നിലപാട് മാറ്റുന്നത് വലിയ തിരിച്ചടികൾക്ക് കാരണമാകുമെന്ന വിലയിരുത്തലാണ് തീരുമാനം കടുപ്പിക്കാൻ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും പ്രേരിപ്പിച്ചത്. അതേസമയം വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി ഗണേഷ് കുമാറിനെതിരെ നടപടി വേണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടു. മന്ത്രിസ്ഥാനം തിരിക്കുപോയെന്നും ഒരു നിലവാരം പുലർത്താൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. ഇത്രയും വഷളായ, ഇത്രയും തറപ്രവൃത്തി കാണിച്ച മറ്റൊരു മന്ത്രി ഉണ്ടായിട്ടില്ലെന്നും അതുകൊണ്ട് ജനങ്ങൾക്ക് തൃപ്തികരമായ തീരുമാനം മുഖ്യമന്ത്രി എടുക്കണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അദ്ദേഹത്തിന് പെണ്ണിനോടും പൊന്നിനോടും ഏറെ ഇഷ്ടമാണ്. കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്ന ഇവൻ ശുംഭനോ ശുനകനോ ആണെന്ന് പറഞ്ഞെങ്കിലും അത് തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല. കുറെ കൂടി മാന്യമായി പൊതുപ്രവർത്തനം നടത്തേണ്ടതിന് പകരം മന്ത്രിസഭയിൽ ഇരുന്നു കൊണ്ട് ഇത്രയും വഷളായ പ്രവൃത്തി കാണിച്ച ഒരു മന്ത്രി വേറെ ഉണ്ടാകില്ല എന്നും വെള്ളാപ്പള്ളി തുറന്നടിച്ചു. ഡേറ്റ ചോർച്ച കേസിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസം. തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് സർക്കാർ ജീവനക്കാരുടെ വ്യക്തിവിവരങ്ങൾ രാഷ്ട്രീയ പ്രചരണത്തിനായി ഉപയോഗിച്ചു എന്നാരോപിച്ച് 2 ജീവനക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. മുഖ്യമന്ത്രിയുടെ പേരിൽ സന്ദേശം അയച്ചതിൽ തെറ്റില്ല എന്നും വ്യക്തിവിവരങ്ങൾ ചോർന്നെന്ന വാദത്തിന് തെളിവില്ല എന്നും കോടതി നിരീക്ഷിച്ചു. സർക്കാർ ജീവനക്കാർക്ക് അയച്ച സന്ദേശങ്ങളിൽ രാഷ്ട്രീയം കലർന്നിട്ടില്ല എന്നും ഇതൊരു ക്ഷേമരാഷ്ട്രത്തിന്റെ ഭാഗമായുള്ള സേവനമായി മാത്രമേ കാണാൻ കഴിയൂ എന്നും കോടതി വ്യക്തമാക്കി. DA വർധനവ്, DA കുടിശ്ശിക തീർക്കൽ, വീട് നിർമ്മാണത്തിലുള്ള അഡ്വാൻസ് തുടങ്ങിയ ആനുകൂല്യങ്ങളെക്കുറിച്ച് ജീവനക്കാരെ അറിയിക്കുന്നത് സർക്കാരിന്റെ സേവനങ്ങളിൽ ഉൾപ്പെട്ട കാര്യമാണ്. IT മിഷന്റെ കൈവശമുള്ള വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ മറ്റു സ്വകാര്യ PR ഏജൻസികൾക്കോ ചോർന്നിട്ടുണ്ടെന്ന ഹർജിക്കാരുടെ ആരോപണം കോടതി നിരാകരിച്ചു. IT മിഷന്റെ പക്കലുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കുന്നതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. ബൾക്ക് മെസ്സേജുകൾ അയക്കാൻ സർക്കാരിന് സ്വന്തമായി സംവിധാനമില്ല എന്ന ഹർജിക്കാരുടെ വാദം IT മിഷൻ ഉദ്യോഗസ്ഥർ കോടതിയിൽ നേരിട്ട് സാങ്കേതികമായി വിശദീകരിച്ചതോടെ കോടതി തള്ളുകയായിരുന്നു. കൂടാതെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിലല്ല ഈ സന്ദേശങ്ങൾ അയച്ചതെന്ന കാര്യവും കോടതി ചൂണ്ടിക്കാട്ടി. അനുകൂല വിധി വന്നതോടെ വയനാട് ദുരന്തബാധിതരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയവർക്ക് നന്ദി അറിയിച്ച് സന്ദേശങ്ങൾ അയക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിനും നിയമപരമായ ക്ലിയറൻസ് ലഭിച്ചിരിക്കുകയാണ്. അതേസമയം IT മിഷന്റെ കൈവശമുള്ള രേഖകൾ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കാമെങ്കിലും അവ ചോരുന്നില്ല എന്ന് സർക്കാർ ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്ന് കോടതി നിർദ്ദേശിച്ചു. പാർട്ടി അംഗത്വം പുതുക്കാൻ തയ്യാറാകാത്ത മുൻമന്ത്രി G സുധാകരനുമായി CPM അനുരഞ്ജനത്തിലില്ല. അദ്ദേഹവുമായി ഇനി ചർച്ചയില്ല എന്ന് CPM ജില്ലാ സെക്രട്ടറി R നാസർ മാധ്യമങ്ങളോട് പറഞ്ഞു. അംഗത്വം പുതുക്കണമെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം G ഹരിശങ്കറും 4 ദിവസം മുൻപ് സുധാകരന്റെ വീട്ടിലെത്തി അഭ്യർത്ഥിച്ചിരുന്നു. സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അത്. അംഗത്വം പുതുക്കുക, സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കുക, തിരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നൽകിയ ചുമതലകൾ നിർവഹിക്കുക എന്നീ കാര്യങ്ങളാണ് അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ സുധാകരന്റെ സമീപനം അനുകൂലമായിരുന്നില്ല. ഈ സാഹചര്യമാണ് ഇനി ചർച്ച വേണ്ട എന്ന നിലപാടെടുക്കാൻ പ്രേരണയായതെന്നാണ് സൂചന. 6 ദിവസം മുൻപാണ് അംഗത്വം പുതുക്കില്ല എന്ന് ഫേസ്ബുക്കിലൂടെ സുധാകരൻ വെളിപ്പെടുത്തിയത്. അതിന് കാരണങ്ങളും വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പ്രായപരിധിയുടെ പേരിൽ ഒഴിവാക്കിയപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസ് ബ്രാഞ്ചിലാണ് ഉൾപ്പെടുത്തിയത്. അവിടെ 5 വർഷത്തോളം പ്രവർത്തിച്ചിട്ടും ഒരിക്കൽ പോലും ജില്ലാ സെക്രട്ടറി വിവരങ്ങൾ അന്വേഷിച്ചില്ല. പൊതുപരിപാടികളിലേക്ക് ക്ഷണിച്ചിട്ടുമില്ല. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തിനും വിളിച്ചില്ല. ഇതിനു പുറമെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ പാർട്ടിയിൽ തുടർന്ന് നേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പോസ്റ്റിൽ വ്യക്തമാക്കിയത്. അമ്പലപ്പുഴ മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ സുധാകരൻ ശ്രമിക്കുന്നതായി CPM-ന് വിവരം ലഭിച്ചിട്ടുണ്ട്. മത്സരിച്ചാൽ പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. സുധാകരന്റെ വീട്ടിലെത്തുന്നവരുടെയും ചർച്ചകളുടെയും ഒക്കെ വിവരങ്ങൾ CPM-ന്റെ പ്രാദേശിക ഘടകം വഴി ശേഖരിക്കുന്നുണ്ട്. കൂടാതെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണവും ഉണ്ട്. 2020 ലോകകപ്പ് വിജയത്തിന് ശേഷം മലയാളി താരം സഞ്ജു സാംസൺ കേരളത്തിൽ തിരിച്ചെത്തി. തിങ്കളാഴ്ച വൈകുന്നേരം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ സഞ്ജുവിന് വൻ വരവേൽപ്പാണ് ലഭിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി സഞ്ജുവിനെ സ്വീകരിച്ചു.
റഹീം എം പി അടക്കമുള്ളവരും വിമാനത്താവളത്തിലെത്തി സഞ്ജുവിനെ സ്വാഗതം ചെയ്തു. വിമാനത്താവളത്തിൽ ആരാധക പ്രവാഹമായിരുന്നു. ഒട്ടേറെ പേർ സഞ്ജുവിനെ കാണാനായി തിരുവനന്തപുരത്തെത്തി. ചേട്ടനെന്ന് വിളിച്ച ആരാധകർ അവരുടെ പ്രിയ താരത്തെ വരവേറ്റു. എല്ലാവർക്കും നന്ദി അറിയിച്ചാണ് സഞ്ജു വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങിയത്. സഞ്ജുവിന് ഔദ്യോഗിക സ്വീകരണം ഒരുക്കുമെന്ന് നേരത്തെ സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു. ഇന്ത്യയുടെ കിരീട വിജയത്തിന് പിന്നാലെ ടീമിനെയും സഞ്ജുവിനെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിനന്ദിച്ചിരുന്നു. ലോകകപ്പിലെ 5 മത്സരങ്ങളിൽ നിന്ന് 321 റൺസ് നേടിയ പ്രകടനമാണ് സഞ്ജുവിനെ ടൂർണമെന്റിന്റെ താരമാക്കിയത്. വെസ്റ്റ് ഇൻഡീസിനെതിരായ നിർണായക മത്സരത്തിലും ഇംഗ്ലണ്ടിനെതിരായ സെമിയിലും ന്യൂസിലൻഡിനെതിരായ ഫൈനലിലും എല്ലാം നിർണായകമായത് സഞ്ജുവിന്റെ ഇന്നിംഗ്സുകളായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എണ്ണവില കുതിച്ചുയരുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ എണ്ണക്കപ്പലുകളെ ആക്രമിക്കുമെന്ന ഇറാന്റെ ഭീഷണി കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്നും യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് ബ്രിട്ടീഷ് സമ്പദ്ഘടനയെ പ്രതികൂലമായി ബാധിക്കുമെന്നും കീർ സ്റ്റാർമർ. ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും ആക്രമണം തുടരുന്നതിനിടയിൽ മധ്യപൂർവേഷ്യയിൽ രക്ഷപ്പെടാനുള്ള തത്രപ്പാടിൽ ബ്രിട്ടീഷുകാർ. ദുബായിൽ നിന്നും മറ്റ് അറേബ്യൻ നഗരങ്ങളിൽ നിന്നുമുള്ള ജനങ്ങളുടെ ഒഴുക്ക് തുടരുന്നു. സമ്പന്നർ 1,43,000 പൗണ്ട് വരെ മുടക്കി സ്വകാര്യ വിമാനങ്ങൾ ചാർട്ടർ ചെയ്ത് നാട്ടിലെത്തുന്നു. ദുബായിൽ കുടുങ്ങിപ്പോയ ബ്രിട്ടീഷ് പൗരന്മാർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനായി വിദേശകാര്യ വകുപ്പ് പ്രത്യേക പോർട്ടൽ ആരംഭിച്ചു. വിമാന കമ്പനികളുടെ കൊള്ള തുടരുന്നു. അമേരിക്ക ഇറാൻ യുദ്ധം തുടരവേ UK-യിൽ വിലക്കയറ്റം തുടരാൻ സാധ്യതയെന്ന് ചാൻസലർ റേച്ചൽ റീവ്സ്. യുദ്ധം അവസാനിച്ചില്ല എങ്കിൽ പ്രതിസന്ധി തുടരും. സാധാരണക്കാർക്ക് തിരിച്ചടിയാകുന്ന തരത്തിലുള്ള വിലക്കയറ്റം രൂക്ഷമാകുന്നു. ഹോർമുസ് കടലിടുക്ക് അടച്ചത് ബ്രിട്ടന്റെ ഊർജ്ജ വിതരണത്തിന് തിരിച്ചടിയാകുന്നു. എണ്ണവില 100% ഉയർന്നതായി എംപിമാർ. യുദ്ധം നീണ്ടാൽ ജീവിത ചെലവ് ഉയരുമെന്ന് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ. ആശങ്കയിൽ ലോകം. അമേരിക്ക ഇസ്രയേൽ ഇറാൻ സംഘർഷം തുടരുന്നതിനിടെ യുദ്ധം അവസാനിച്ചെന്ന പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം 5 ആഴ്ചകൾ നീണ്ടു നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചെന്നും അമേരിക്ക വളരെയേറെ വേഗത്തിലാണെന്നും അതിനാലാണ് യുദ്ധം അവസാനിച്ചതെന്നും ഡൊണാൾഡ് ട്രംപ്. ഇറാന് നാവികസേനയും വ്യോമസേനയും ആശയവിനിമയ സംവിധാനങ്ങളും ഇല്ല എന്ന് പരിഹസിച്ച് ട്രംപ്. ഹോർമുസ് കടലിടുക്ക് പിടിച്ചടക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ്. യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് തങ്ങളാണെന്ന് ഇറാൻ സായുധ സേന. രാജ്യത്തെ LPG പ്രതിസന്ധിയെന്ന് കേന്ദ്ര സർക്കാർ. പ്രതിസന്ധിക്ക് കാരണം നീണ്ടു നിൽക്കുന്ന പശ്ചിമേഷ്യൻ സംഘർഷം. വീട്ടാവശ്യത്തിനല്ലാത്ത LPG ഉപയോഗത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ തുടങ്ങിയ വാണിജ്യ ഉപഭോക്താക്കൾക്കും ഭാഗിക നിയന്ത്രണം. പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത എന്നിവ ഒഴിവാക്കാൻ ഗ്യാസ് ബുക്ക് ചെയ്യാനുള്ള സമയപരിധി 25 ദിവസമായി ഉയർത്തി. ഇന്ത്യയുടെ പക്കൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങാനുള്ള കരാറിൽ ഒപ്പുവെച്ച് ഇന്തോനേഷ്യ. 200 മുതൽ 350 മില്യൺ ഡോളർ വരെയുള്ള ഇടപാടിനെ കുറിച്ച് ഇന്തോനേഷ്യയുമായി ചർച്ചകൾ പുരോഗമിക്കുന്നതായി ഇന്ത്യ. സൈനിക ഹാർഡ്വെയറിന്റെയും പ്രതിരോധ ശേഷിയുടെയും സമുദ്രമേഖലയിലെ ആധുനികവൽക്കരണത്തിന്റെയും ഭാഗമാണ് കരാറെന്ന് ഇന്തോനേഷ്യൻ പ്രതിരോധ മന്ത്രാലയം. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മിസൈലുകളൊന്നായ ബ്രഹ്മോസ് വാങ്ങുന്നത് മാർച്ച് 9 മുതൽ. മന്ത്രി ഗണേഷ് കുമാർ രാജിവെക്കില്ല. പ്രശ്നം കോംപ്രമൈസ് ആക്കിയ ഗണേഷ് കുമാറും ഭാര്യ ബിന്ദു മേനോനും. ഭാര്യയോട് മാപ്പ് പറഞ്ഞ് മന്ത്രി. നടപടി രാജിവെക്കാനുള്ള സമ്മർദ്ദമേറിയ പശ്ചാത്തലത്തിൽ. നിയമ നടപടിക്കില്ല എന്ന് മന്ത്രിയുടെ ഭാര്യ. ഉണ്ടായത് കുടുംബ പ്രശ്നമാണെന്ന് ഇടതുപക്ഷം. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് നിർദ്ദേശിച്ചത് മുഖ്യമന്ത്രി. മന്ത്രി ഗണേഷ് കുമാറിനെതിരെ നടപടി വേണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ഡേറ്റ ചോർച്ച കേസിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസം. ജീവനക്കാരുടെ വ്യക്തിവിവരങ്ങൾ രാഷ്ട്രീയ പ്രചരണത്തിനായി ഉപയോഗിച്ചു എന്നാരോപിച്ച് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. മുഖ്യമന്ത്രിയുടെ പേരിൽ സന്ദേശം അയച്ചതിൽ തെറ്റില്ല എന്നും വ്യക്തിവിവരങ്ങൾ ചോർന്നെന്ന വാദത്തിന് തെളിവില്ല എന്നും കോടതി. IT മിഷന്റെ കൈവശമുള്ള രേഖകൾ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കാമെങ്കിലും അവ ചോരുന്നില്ല എന്ന് സർക്കാർ ഉറപ്പുവരുത്തണമെന്നും കോടതി. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.